സാറേ, ഒരു നിർണായകമായ പ്രസ്താവന വന്നിട്ടുണ്ട്. അത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ ഭാഗത്തു നിന്നാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ് തരാമെന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാമെന്നാണ് അവരുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. അതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണോ അദ്ദേഹം പറഞ്ഞത്? അല്ല, തരികയാണെങ്കിൽ സന്തോഷമുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും കേരള മുസ്ലിം ലീഗ് ഭരിക്കുമോ? സംശയം എന്താ? മുമ്പ് ഭരിച്ചിട്ടുണ്ടല്ലോ. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി പദങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹമൊക്കെ പണ്ട് കാലം തൊട്ടേ അദ്ദേഹമൊക്കെ ആവശ്യപ്പെടുന്നത് കിട്ടും. മുസ്ലിം ലീഗ് ഒന്ന് ആവശ്യപ്പെട്ടപ്പോൾ EMS നമ്പൂതിരിപ്പാട് പോലും മലപ്പുറം ജില്ല കൊടുത്തു. മലപ്പുറം ജില്ല കൊടുക്കാമെങ്കിൽ മുസ്ലിം ലീഗ് ഇടതുമുന്നണിയെ പിന്തുണയ്ക്കാം എന്നുള്ളതായിരുന്നു അന്നത്തെ കണ്ടീഷൻ. അങ്ങനെ മുസ്ലിം ലീഗ് എന്ത് ചോദിച്ചാലും അത് കിട്ടും. കിട്ടാതെ വന്ന ചരിത്രമില്ല. 5 മന്ത്രിമാരെ വേണമെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയില്ലേ? അതുവരെ അനുവദിച്ചു കൊടുത്തേ പറ്റൂ. അതാണ് രാഷ്ട്രീയ സമവാക്യം. അപ്പോൾ ഇത് ഇങ്ങനെ അനുവദിച്ചു കൊടുത്താൽ ഇവിടെ പിന്നോക്കക്കാരുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ ഈഴവരുണ്ട്. അവരുടെയൊന്നും ആവശ്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒരു സ്കൂളിൻ്റെ കാര്യം പറഞ്ഞാൽ പോലും, ഒരു സ്കൂൾ അധികം വേണമെന്ന് പറഞ്ഞാൽ പോലും നടക്കുന്നില്ല. അപ്പോൾ ഇതൊരു ജില്ല വേണമെന്ന് പറഞ്ഞാൽ കിട്ടുക, മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ കിട്ടുക. തരികയാണെങ്കിൽ എന്നല്ല, അവരാവശ്യപ്പെടും. ആവശ്യപ്പെട്ടാൽ കൊടുത്തേ പറ്റൂ. കാരണം UDFിൻ്റെ ഭരണത്തിൽ നിലനിൽക്കണം. അന്ന് ഉമ്മൻചാണ്ടിയെ ഒറ്റക്കാലിൽ നിന്ന് വാങ്ങിയതാണ് 5ാം മന്ത്രിസ്ഥാനം. അതെ, ഒറ്റ പിടിയാലെ വാങ്ങിച്ചു. ഉമ്മൻചാണ്ടിയെ, പാവപ്പെട്ട മനുഷ്യനെ വെള്ളം കുടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അസ്ഥിമാടത്തിലിരുന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്പന്ദിക്കുന്നുണ്ടാവണം. അത് മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം മറ്റു വിഭാഗങ്ങൾ ഇവിടെ ഇല്ലേ? ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം താല്പര്യം നോക്കി ഒരു മുന്നണി ഭരിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തൊരു അസംബന്ധമാണ് വാസ്തവത്തിൽ. ഒരു അസംബന്ധ നാടകമാണ് കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇത് പത്രപ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. KC ജോൺ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ, ആബ്സേർഡ് ഡ്രാമ. കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു അസംബന്ധമായിട്ടുള്ള നാടകമാണ്. സത്യമാണ്, 100% സത്യമാണ്. ആ സംബന്ധം ഇപ്പോഴും തുടരുന്നു. അതിൽ കൂടുതൽ വഷളായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കിപ്പോൾ സ്റ്റേക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ജയിക്കണമെങ്കിലും കൂടി കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലും മുസ്ലിം ലീഗിൻ്റെ പ്രഭാവമുണ്ട്. സോ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എല്ലാം വലിയ രീതിയിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ വോട്ട്, അവരുടെ ഫേം സപ്പോർട്ട്, അവരുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് അത് വിശ്വസ്തമാണ്, കൂറുള്ള വോട്ടുകളാണ്. അല്ലെങ്കിൽ ഭയപ്പെടുത്തുക, അടുത്തവണ വയനാട്ടിൽ വരുമ്പോൾ തോൽപ്പിക്കും. അതെ, മുസ്ലിം ലീഗ് അല്ല, മതം അവരെ കൂട്ടിയിണക്കുന്നു. മതത്തിൻ്റേതായിട്ടൊരു ഐക്യം എന്ന് പറയുന്നത് വിജയിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാം BJP, ഹിന്ദു, അവിടെ മനുവാദം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മൾ നഗ്നമായിട്ട് ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. എന്നിട്ട് നാണമില്ലാതെ BJP അവരുടെ ഹൈന്ദവ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് BJPയെ കല്ലെറിയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ അത് മനസാക്ഷിക്ക് ചേരാത്ത ഒന്ന് ആണ് നടക്കുന്നത്. എന്നിട്ട് ഈ ഒരു പ്രവണത ശരിക്ക് തിരിച്ചറിഞ്ഞ ഒരു പൊളിറ്റിക്കൽ സ്റ്റഡിയാണ് AK ആൻ്റണി നടത്തിയത്. അദ്ദേഹം പറഞ്ഞു, ഈ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായിട്ടെല്ലാം വാരിക്കോരി കൊടുത്താൽ പിന്നാക്കക്കാരുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഈഴവരെയാണ്. അത് ഈയിടെ വെള്ളാപ്പള്ളി പറയുകയുണ്ടായി. അവരുടെ ഒക്കെ സ്ഥിതി എന്താണ്? അവർക്കൊന്നും കിട്ടണ്ടേ? അവർ ജില്ല ചോദിക്കുന്നില്ല, മുഖ്യമന്ത്രി പദം ചോദിക്കുന്നില്ല. അത്യാവശ്യം അവരുടെ ആവശ്യങ്ങളെങ്കിലും, അവരുടെ സമുദായത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള നടപടികളെങ്കിലും കൈക്കൊള്ളേണ്ടതല്ലേ? അത് ഒരു ഭാഗം മാത്രം അവരുടെ വിലപേശൽ തന്ത്രം കൊണ്ട് നേടിയെടുക്കുന്നു, എല്ലാം അടിച്ചു കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് പച്ചയായിട്ട് മുസ്ലിം ലീഗിന്. ഇതും കൂടെ പറയട്ടെ, AK ആൻ്റണി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? AK ആൻ്റണിയുടെ ഗളഹസ്തമാണ് നടന്നത്. ഗളഹസ്തം. അദ്ദേഹം കേരളം വിട്ട് നിൽക്കക്കള്ളിയില്ലാതെ കേന്ദ്രത്തിലേക്ക് പോകേണ്ടി വന്നു. കേരളം വിടാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ആൾ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ അവസാന കാലത്ത് തിരുവനന്തപുരം ജഗതിയിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നത്. എന്താണ് ചോദിക്കാൻ വന്നത് ഗോപൻ? എന്തായാലും നമുക്ക് ആ മുസ്ലിം ലീഗിനെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. അവർ ഒറ്റയ്ക്ക് നിന്നാൽ പോലും ഒരു 25 സീറ്റ് വിജയിച്ച് കയറാനുള്ള കഴിവുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അവരൊരു മുസ്ലിം ഒരു മന്ത്രി അല്ലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടാൽ തള്ളിക്കളയാൻ പറ്റുമോ? കൊടുത്തേ പറ്റൂ. കാരണം അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇടതുപക്ഷവും അതുപോലെ തന്നെ ഈ ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള വോട്ട് ഷെയറിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് കേവലം 1-2% അധികമാവാറില്ല പലപ്പോഴും. എക്സെപ്ഷണൽ കേസസ്, എക്സെപ്ഷണൽ ഇലക്ഷൻസ് ഒഴിച്ച്. അപ്പോൾ എന്നതുകൊണ്ട് തന്നെ വിലപേശൽ അവിടെ ഗെയിം ചേഞ്ചറായിട്ട് പ്രവർത്തിക്കുക മുസ്ലിം ലീഗാണ്. ഇടതുപക്ഷത്തും ഉണ്ടായിട്ടുണ്ട്, വലതുപക്ഷത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് ഈ 2% കവർ ചെയ്യുന്ന ഒരു മാറ്റമാണ്. ആ മാറ്റമാണ് തീരുമാനിക്കുന്നത് ആരാണ് ഭരിക്കുക എന്നുള്ളത്. അതാണ് അവരുടെ വിജയമന്ത്രവും വിജയകാരണവും.
എപ്പോഴും അവരുടെ വിലപേശൽ വിജയിക്കാനുള്ള കാരണവും അതുതന്നെയാണ്. അതേസമയം ഈഴവ എന്നൊക്കെ പറയുന്നത് പല പല പാർട്ടികളിൽ അലിഞ്ഞു ചെയ്യുന്നത്. BJP-യിലുണ്ട്, CPM-ലുണ്ട്, ഇപ്പോൾ കോൺഗ്രസ്സിലും കുറേ ആൾക്കാരുണ്ട്. മനസ്സ് മടുത്തിട്ട് ഒന്നും കിട്ടാതെ വരുന്നുണ്ട്. കൊതിക്കറിവ് പറയാനല്ല ഇവരെ കൊണ്ട് ഒരു കാര്യവും നേടാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് ആണെങ്കിൽ പണ്ട് മുതലേ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ അവരുടെ വകുപ്പാണ്, സ്ഥിരമായിട്ടുള്ള വകുപ്പ് ആയിരിക്കുകയായിരുന്നു. ഇടക്കാലത്തൊന്ന് മാറിയെന്ന് മാത്രം, ഇപ്പോഴൊന്നും മാറിയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഔക്കാദർ കുട്ടി നഹ എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നാണ്. ഏറ്റവും കൂടുതൽ കാലം തദ്ദേശ ഭരണം അടുത്ത വർഷം ഇപ്പോൾ നടക്കുകയാണല്ലോ, നീട്ടിക്കൊണ്ടുപോയ മന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഖ്യാതി നേടിയ വകുപ്പുകൾ ഒക്കെ അവർ സ്വന്തമായിട്ട് വെച്ചിരുന്നു. അതിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ മലപ്പുറം എന്നുള്ള ജില്ല ഇല്ലായിരുന്നു അവിടെ. പല ജില്ലകളെ വെട്ടിമുറിച്ചുകൊണ്ട് വിഭജിച്ച് മലപ്പുറം ജില്ലയായതിനു ശേഷം മലപ്പുറം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അതിൻ്റെ ഭൂപ്രകൃതിയല്ല വളരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അതിർത്തികൾ കടന്ന് പോവുകയല്ല ചെയ്യുന്നത്, പക്ഷേ ജനസംഖ്യ അതിർത്തി വിട്ടു പോവുകയാണ് ചെയ്യുക. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഡെലിമിറ്റേഷൻസ് വരുമ്പോൾ MLA-മാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ആരും കാണുന്നില്ല, ഈ സ്ഥിതിയൊന്നും കാണുന്നില്ല. അപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും അവരുടെ വിലപേശലിൻ്റെ വില കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും 5 മന്ത്രി എന്നുള്ള ആവശ്യം അവർക്ക് നിഷ്പ്രയാസം പുഷ്പം പോലെ സാധിച്ചെടുക്കാമെങ്കിൽ ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനമെന്ന് പറയുന്നത് അവർ പണ്ടും ആ കസേരയിൽ ഇരുന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കസേരയിലേക്ക് അവർക്ക് വീണ്ടും അന്നത്തേക്കാൾ കൂടുതൽ കരുത്തിലേക്ക് എത്തുകയാണ് പാർട്ടി കൂടുതൽ ശക്തമായി തീരുകയാണ്. കാരണം മൂന്നാമതൊരു ശക്തി ഇല്ലാത്ത അവസ്ഥയാണ്. BJP സ്പേസിലേക്ക് കടന്നു വരാൻ തീരെ ശക്തിയില്ലാത്ത ഒരു വസ്തുവായിട്ട് തന്നെ. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്നും ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അത് മറുവശം ശക്തിപ്പെടാനുള്ള സാധ്യതയില്ലേ? BJP ശക്തിപ്പെടാനുള്ള സാധ്യതയില്ലേ? എവിടെ ശക്തിപ്പെടാൻ? കാരണം ഈ ഹിന്ദുക്കളെന്ന് പറയുന്നത് ഭൂരിപക്ഷവും ഉള്ളത് CPM-ൻ്റെ അടിമകളാണ് അവർ. ദൈവമില്ല, അമ്പലങ്ങളെ പരിഹസിക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ അമ്പലങ്ങളെ പരിഹസിക്കുക, ആവോളം ആക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ഭീമമായിട്ടുള്ള പുറത്തുള്ള തൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയുകയാണ് അവർ ചെയ്യുന്നത്. പുറത്തുള്ള കമ്പ് നേരെ നോക്കി ഇത് പറയുന്നവൻ്റെ കണ്ണിലെ കരട് അവർ കാണുന്നില്ലെന്നുള്ളതാണ് സത്യം. ഉദാഹരണത്തിന് അന്ധവിശ്വാസം എന്ന് പറയുന്നത് മന്ത്രവാദം എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ കുത്തകയാണെന്ന് അവർ പറഞ്ഞു നടക്കുന്നത്. ആണോ? ഇരന്തൂരിലെ മന്ത്രവാദം നടത്തിയത് ആരാണ്? അറബിക് മാന്ത്രികം എന്നുള്ള പരസ്യങ്ങൾ പത്രത്തിൽ കൊടുക്കുന്ന ആരാണ്? ഇതൊക്കെ നേരെ ചോദിക്കാൻ ഒരുത്തനുമില്ല. അത് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വർഗീയതയാവുമെങ്കിൽ ആ വർഗീയവാദിയാണ് ഞാനെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളൊരു അന്യമതക്കാരനെ കൊന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നുള്ള വാക്കാരാണ് പഠിപ്പിക്കുന്നത്. ആഗോള ഭീകരവാദത്തിൻ്റെ കാരണമായിട്ടുള്ളത് അതെവിടെയാണ് പഠിപ്പിക്കുന്നത്? അങ്ങനെ കൊന്നുകഴിഞ്ഞ് പോയാൽ ഹൂറികളുടെ പരിചരണം നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടും, സ്വർണ്ണ നദിയിൽ അല്ലെങ്കിൽ തേനും പാലും ഒഴുകുന്ന നദിയിൽ കുളിക്കാം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ആരാണ്? വിദ്യാഭ്യാസം ഉള്ള മുസ്ലിങ്ങളിൽ പോലും ആ വിശ്വാസം അടിച്ചേൽപ്പിക്കുന്ന ആരാണോ? ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസത്തിൽ പോലും ആ വിശ്വാസം കടന്നു കയറുകയാണ്. ആരെങ്കിലും അതിനകത്ത് ആ മതത്തിനുള്ളിൽ അതിനെ ചോദ്യം ചെയ്യാനുണ്ടോ? പുറത്തുള്ള പറയേണ്ടവർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഹിന്ദുമതത്തിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുന്നത് കണ്ടു. അതെ, സ്ത്രീകൾ എന്നിട്ട് ഇറങ്ങാൻ പാടില്ല, കൂട്ടം കൂടാൻ പാടില്ല. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ മതം മാത്രം, ഞങ്ങളുടെ ദൈവം മാത്രമേ ശരിയായിട്ടുള്ളൂ എന്ന് ഏതെങ്കിലും മതം പറയും. ഹിന്ദുമതം അത് പറഞ്ഞാലോ അത് തെറ്റ് തന്നെയാണ്. അന്ധവിശ്വാസം ഹിന്ദുമതത്തിനകത്തുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് അവരുടെ ചുമതലയാണ്. പലതും അവർ തിരുത്തിയിട്ടുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. VT ഭട്ടതിരിപ്പാടിനെ പോലെ, ദയാനന്ദ സരസ്വതിയെ പോലെ, രാജാറാം മോഹൻ റായിയെ പോലെ എത്രയോ പേര് തിരുത്തി. അവരുടെ ആരും തല പോയിട്ടില്ലല്ലോ. ഇവിടെ അത് തിരുത്താനൊരു ശ്രമം ഉണ്ടായപ്പോൾ അദ്ദേഹം വളരെ ദയനീയമായിട്ട് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കൊല്ലപ്പെടുകയല്ലേ ഉണ്ടായിട്ടുള്ളത്. എന്തേ ഇതൊക്കെ മറന്നു പോകുന്നത് നിങ്ങൾ? അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം മഹാരാഷ്ട്രയിലും കർണാടകത്തിലും ഒക്കെ നടപ്പാക്കപ്പെട്ട നവോത്ഥാന ബില്ല് അല്ലെങ്കിൽ അന്ധവിശ്വാസ വിരുദ്ധ നിയമം അവിടെ ഇരിപ്പുണ്ട്. ജസ്റ്റിസ് KT തോമസ് തയ്യാറാക്കിയത് പൊടി പിടിച്ച് അവിടെ ഇരിപ്പുണ്ട്. എന്താ നിങ്ങൾക്ക് നടപ്പാക്കാൻ ധൈര്യമില്ലാത്തത്? അവിടെയും ഈ ഫാക്ടറാണ്, നമ്മളീ പറഞ്ഞു വന്ന ഫാക്ടർ തന്നെയാണ്. ഈ സത്യത്തെ അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾക്കെങ്ങനെ സത്യസന്ധമായിട്ടുള്ള ഒരു സംവാദം നടത്താൻ പറ്റും? മനസ്സിലാക്കണ്ടേ ഇത്? ബുദ്ധിജീവികളെന്ന് പറഞ്ഞാൽ മതിയോ? സത്യത്തെ അവരുടെ ബുദ്ധി കൊണ്ട് മൂടുകയാണോ ചെയ്യേണ്ടത്? ഇതാണ് ചോദ്യം. ഞാൻ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു വക്താവായിട്ടല്ല പറയുന്നത്. പക്ഷേ സത്യം
നമ്മൾ നെഞ്ചിൽ തൊട്ട് അറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.